കണ്ണൂർ കഴിഞ്ഞ ബി-മാർക്ക് മാതൃഭൂമി ന്യൂസ് ഒപ്പീനിയൻ പോളിൽ 3% അഡ്വാൻറ്റേജ് കെ സുധാകരനേക്കാൾ MV ജയരാജൻ ഉണ്ടായിരുന്ന മണ്ഡലം. അത് അതേപടി നിലനിർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിവസങ്ങൾ കഴിയുന്തോറും LDF മെച്ചപ്പെടുന്നുണ്ടോ അതോ കെ സുധാകരൻ മുന്നേറി വരുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണൂരുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് ആർക്ക് ഗുണം ആർക്ക് ദോഷം? അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതിന്റെ വീറും വാശിയും എല്ലാം ആ ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് പോയി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ ആ വീറും വാശിയും ഒക്കെ ദൃശ്യമാണ്. എന്റെ മണ്ഡലം കൂടിയാണ് കേട്ടോ കണ്ണൂർ. എന്നിട്ട് അഭിലാഷിന് എന്ത് തോന്നി? പലതരത്തിലുള്ള സംസാരങ്ങളുണ്ട്. LDF വലിയ തോതിൽ പ്രതീക്ഷ വയ്ക്കുന്നത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത CAA അടക്കം പരാമർശ വിധേയമായ സമ്മേളനത്തിൽ വന്നിട്ടുള്ള വലിയ ജനപങ്കാളിത്തം അവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. പിന്നെ അടിസ്ഥാനപരമായി കോരപ്പുഴയ്ക്കപ്പുറത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതായത് വടകര കണ്ണൂർ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM വേഴ്സസ് CPM വിരുദ്ധർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ സംബന്ധിച്ച്, കെ സുധാകരനാണ് CPM വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തനായ പ്രതീകം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാ വോട്ടുകളും, അതായത് എല്ലാ CPM വിരുദ്ധ വോട്ടുകളും എല്ലാ ഭരണവിരുദ്ധ വോട്ടുകളും തന്നിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യാം എന്ന ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ ആദ്യത്തെ സർവേ കണ്ടിട്ടൊന്നും UDF ക്യാമ്പ് കുലുങ്ങിയിട്ടില്ല. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, അവിടുത്തെ ന്യൂനപക്ഷ വോട്ട്, ഇപ്പൊ CAA കാര്യം പറഞ്ഞു, CAA പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ പ്രചരണം ഇടതുപക്ഷത്തിന് പൂർണ്ണമായിട്ടും അങ്ങനെ കൊണ്ടുവരുമോ എന്നുള്ള ഒരു വോട്ട് കൊണ്ടുവരുമോ എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ കെ സുധാകരനെ ഒരു അല്പം മൃദു ഹിന്ദുത്വ നിലപാട് അല്ലെങ്കിൽ BJPയുടെ കാര്യത്തിൽ അല്പം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടെടുക്കുന്ന സുധാകരനെ അങ്ങനെ വിശ്വസിക്കണമോ എന്ന് വേണമെങ്കിലും ന്യൂനപക്ഷം ചിന്തിക്കാം. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളത് ഏറ്റവും പ്രധാനമാകും. ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ വളരെ നിർണായകമാണ്. അതില് ഇപ്പോൾ ഈ സുധാകരൻ ഒരുപക്ഷെ BJPയിലേക്ക് പോകാം എന്ന ക്യാമ്പയിൻ, ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ ആളാണ് സുധാകരൻ എന്നൊക്കെയുള്ള ക്യാമ്പയിൻ LDF നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുക, കണ്ണൂരിന്റെ പൊളിറ്റിക്സിൽ CPM വിരുദ്ധർ എന്ന രണ്ട് ദ്വന്ദ്വമേ ഉള്ളൂ. അതിൽ മുസ്ലിം ലീഗുകാരും ഈ CPM വിരുദ്ധരായ BJPക്കാരും എല്ലാം അവരുടെ ഒരു എന്താ പറയുക പൊതു ചിഹ്നമായി കാണുന്നത് സുധാകരനെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഈ പറഞ്ഞ ക്യാമ്പയിൻ, സുധാകരൻ നാളെ BJP ആകുമെന്ന ക്യാമ്പയിൻ UDFന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കണ്ണൂരിലുള്ള ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ ഇത്രയും BJP എതിർപ്പ് എല്ലായിടത്തും ആ രീതിയിൽ പ്രചരിപ്പിക്കണമോ, CPM തന്നെ പ്രചരിപ്പിക്കണമോ, CAA ഒരു വിജയിക്കുന്ന തന്ത്രമാകുമോ തുടങ്ങിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച C രഘുനാഥാണ് ഇത്തവണ BJPക്ക് വേണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. BJP പ്രതീക്ഷിച്ചത് സാധാരണ നിലയിൽ കോൺഗ്രസിലേക്ക് പോകുന്ന ചില വോട്ടുകൾ കൂടി ഇത്തവണ ഞങ്ങളുടെ കിറ്റിയിലേക്ക് കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് BJP പ്രവർത്തകർക്ക് തന്നെ ദഹിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ നേതാക്കൾ ഇവിടെ ധാരാളമുള്ളപ്പോൾ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാത്രം വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി എന്തിനിങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ BJP വോട്ട്, സാധാരണ നിലയിൽ BJP വോട്ട് വളരെ കുറഞ്ഞ ശതമാനം മാത്രം BJP കാൻഡിഡേറ്റിന് കിട്ടുന്ന, അല്ലെങ്കിൽ BJP വോട്ട് ഷെയർ വളരെ കുറവായിട്ടുള്ള മണ്ഡലമാണ് കണ്ണൂർ. ഇത്തവണ C രഘുനാഥ് പരീക്ഷണത്തിലൂടെ BJPക്ക് അധികമായി വോട്ടുകൾ കിട്ടാൻ ഇടയില്ല എന്നാണ് ഞാൻ സംസാരിച്ച BJP പ്രവർത്തകർ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളത് നിർണായകമാണ്. അഭിലാഷ്, നമുക്ക് ഒരുപാട് വിശദീകരിക്കുന്നതിന് മുമ്പ് അത് കെ സുധാകരനിലേക്ക് പോകും. എന്തായാലും നമുക്ക് ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. കണ്ണൂര് എന്താണ് ചിന്തിക്കുന്നത്, കണ്ണൂരിൽ ആരാണ് മുൻപിൽ, കണ്ണൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുന്നത്. ഇതാ വരുന്നു മലബാർ എക്സ്പ്രസ് വരുമ്പോ ഏറ്റവും മുൻപിൽ ഇതാ MV ജയരാജൻ 43, കെ സുധാകരൻ 42, അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥി C രഘുനാഥ് 12. ഇഞ്ചോടിഞ്ചായി മാറിയിരിക്കുന്നു കണ്ണൂർ. 3% നിന്ന് 1%ലേക്ക് മാർജിൻ കുറഞ്ഞു MV ജയരാജന്റെ. നോക്കൂ, നമ്മുടെ സർവേയുടെ മാർജിൻ ഓഫ് എറർ +or-3 ആണ്. ഇപ്പോ ഇവിടെ LDFും UDFും തമ്മിലുള്ള അന്തരം വെറും 1%, 1 പോയിന്റാണ്. ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിൽ MV ജയരാജൻ മുൻപിലാണ്. അത് അങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ശതമാന കണക്കേ അല്ല. ഈ 1% എന്ന് പറയുന്നത് എങ്ങോട്ട് വേണമെങ്കിലും അറിയാം. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക, കണ്ണൂരിൽ പ്രവചനാതീതമായ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിൽ MV ജയരാജൻ ഇപ്പോൾ ഈ നിമിഷം മുൻപിലാണ്. ഇനിയും 10 ദിവസമുണ്ട്, എന്തും സംഭവിക്കാം. 12 ദിവസം, അതായത് വോട്ടെടുപ്പിലേക്ക് പോകാൻ 12 ദിവസമുണ്ട്. അവിടെ നിർണായകമാകുന്ന, നേരത്തെ അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, രഘുനാഥിന് കിട്ടാതെ പോകുന്ന BJP വോട്ടുകൾ അത് എങ്ങോട്ട് പോകും എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, SDPI വോട്ടുകൾ. KK അബ്ദുൽ ജബ്ബാർ 2014 മത്സരിക്കുമ്പോൾ 19,000 വോട്ട് പിടിച്ചു. 19 അത് 8,000 വോട്ടായിട്ട് കുറഞ്ഞു. അന്ന് ജയിക്കുന്നത് കെ സുധാകരൻ. കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ ജയിക്കുന്നത്
PK ശ്രീമതി. അതായത് ഇത്തവണ അവരുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും? അവരിപ്പോൾ UDF പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പൊളിറ്റിക്കൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആ ചിന്താഗതിക്കാരായ ആളുകൾ ഈ ഇലക്ഷനിൽ UDF ചൂസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം അവർക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചരണം കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ അനീതി ചെയ്യുന്നു, മുസ്ലിങ്ങൾ ഇരകളാകുന്ന കേസിൽ നീതി കിട്ടുന്നില്ല, CAA-ക്കെതിരെ ഇവിടെ വലിയ വാചാടോപം മുഴക്കുന്ന സർക്കാർ കേസുകൾ വരുമ്പോൾ അതിന് അനുകൂലമല്ലാത്ത സമീപനം സ്വീകരിക്കുന്നു, CAA കേസുകൾ പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ട് പിൻവലിച്ചില്ല. ഇങ്ങനെയുള്ള പ്രചരണം ധാരാളമായി നടക്കുന്നത് കൊണ്ട് SDPI വോട്ടുകൾ ഇത്തവണ UDF കിറ്റിയിൽ തന്നെ വീഴും. എന്ന് മാത്രമല്ല, SDPI ഉണ്ടായ ശേഷം ആദ്യത്തെ രാഷ്ട്രീയ പരീക്ഷണം നടത്തിയത് 2009 കണ്ണൂരിലായിരുന്നു. അത് K. സുധാകരൻ ലോക്സഭയിലേക്ക് ജയിച്ച ആ ഉപതെരഞ്ഞെടുപ്പ്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ SDPI വോട്ടുകൾ, അതുപോലെ തന്നെ BJP വോട്ടുകൾ, അതായത് BJP സ്ഥാനാർത്ഥി കിട്ടാതെ പോകുന്ന BJP വോട്ടുകൾ പോകാൻ സാധ്യത കൂടുതൽ K. സുധാകരനിലേക്കാണെങ്കിൽ ഈ 1% എന്ന് പറയുന്നത് മാറി മാറി. നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന കാര്യം, കണ്ണൂർ ടു ക്ലോസ് ആണ്, വളരെ വളരെ അടുത്താണ്. LDF-ഉം UDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാണ്. അതിലൊരു പൊട്ടിക്ക് മുന്നിൽ MP ജയരാജൻ. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പാനൂരിലെ ബോംബ് സ്ഫോടനം അതൊരു പക്ഷേ വടകരയും അതുപോലെ തന്നെ കണ്ണൂരും ഒക്കെ അതിന്റെ അലയൊലികൾ ഉണ്ടാക്കിയേക്കാം, അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആ പ്രകമ്പനം CPM-നെതിരാകുമോ എന്നുള്ളതും ഒരു പ്രശ്നമാണ്.